ത്രീ ഫാമിലിയിലേക്ക് സ്വാഗതം. അതെ, നമുക്ക് സ്കൂളിൽ നിന്ന് പേരൻസ് മീറ്റിംഗ് ആണ്. ഒന്ന് റെഡി ആയാലോ? അപ്പോൾ ഇതാ നമുക്ക് റെഡിയായി നേരെ സ്കൂളിലേക്ക് പോകണം. അവിടുന്ന് മക്കളെ രണ്ടുപേരെയും വിളിക്കണം. അപ്പോൾ നമുക്ക് അച്ഛനുമായിട്ട് നേരെ പോകാം. അപ്പോൾ ഇതാണ് ഗൈസ്, ഞങ്ങൾ നടന്നാണ് പോകുന്നത്. വളരെ അടുത്താണ് ഈ സ്കൂളെ, അപ്പോൾ വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ പയ്യെ നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനും അച്ഛനും കൂടിയാണ് പോകുന്നത്. കാരണം നല്ല ട്രാഫിക്കാണ്, വണ്ടികളുടെ ശല്യം ഉള്ളത് കൊണ്ട് നമുക്ക് ഒറ്റയ്ക്ക് പോയി വിളിക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് പോയി നേരെ സ്കൂളിലേക്ക് പോകാം. എന്താ സ്കൂളിൻ്റെ വാതിക്കലെത്തി ഗൈസ്. ഞങ്ങൾ എല്ലാവരും സ്കൂളിൽ വെയിറ്റിംഗ് ആണ് പിള്ളേരെ കൊണ്ടുപോകാൻ. വലിയ കുട്ടികളെ വിട്ടില്ല, ബാക്കിയുള്ളവരെയൊക്കെ ഇവിടെയാണ് മക്കളുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം അവരെ പോയി വിളിച്ച് നേരെ പേരൻസ് മീറ്റിങ്ങിന് കയറാം. അപ്പോഴത്തേക്ക് അവരവിടെ ഇരുന്നോളും. അവിടെ പിള്ളേരൊക്കെ കളിക്കുന്നതും കണ്ടുകൊണ്ട് അവിടെ ഇരുന്നോളും. ആദ്യം നമുക്ക് ഇവിടെ ഭയങ്കര തിരക്കാണ് ഗൈസ്. അച്ഛനമ്മമാരൊക്കെ വെയിറ്റിംഗ് ആണ് പിള്ളേർക്ക് വേണ്ടി. അപ്പം അതിൻ്റെ ഇടവഴി പോകണം. ഫോൺ നേരെ പിടിക്കാൻ പറ്റത്തില്ല, കാരണം ഫോൺ പിടിച്ചാൽ തട്ടിയിടും. പിന്നെ എനിക്കൊരു ചെറിയ ചമ്മൽ. അപ്പം നമുക്ക് നേരെ പോകാം. ഇതിൻ്റെ ഇടവഴി കയറി പോകണം. ആരും മാറി തരുന്നില്ല ഗൈസ്. മാറി തന്നാൽ മാത്രമേ ഉള്ളൂ. വേറെ 3 മണിയാകുമ്പോൾ വിടുന്നതാണ്. പക്ഷേ ഞങ്ങൾ മീറ്റിങ്ങൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവർക്ക് അവിടെ കാർട്ടൂൺ ഇട്ട് അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് ക്ലാസ്. അവിടെ ഇരിപ്പുണ്ട്, 3 പേര് ഇരിപ്പുണ്ട്. അതിൽ ഇരിക്കുന്നവരാണ്. അപ്പോൾ ടീച്ചർ എന്നോട് എന്തോ പറഞ്ഞു. ഇനി ക്യാമറ നേരെ പിടിക്കാൻ പറ്റില്ല. അവരെത്തി. ഇനി ഇവരുടെ ബാഗെല്ലാം വാങ്ങിച്ചുകൊണ്ട് നമുക്ക് നേരെ മുകളിലോട്ട് പോകാം. എന്നിട്ട് പേരൻസ് മീറ്റിംഗ് കൂടെ അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് തിരിച്ച് പോകാം. അപ്പോൾ ചെറിയൊരു ഈവനിങ് ഞങ്ങൾ സ്കൂളിൽ എന്നും ഞങ്ങൾ പോയാണ് വിളിക്കുന്നത്. അപ്പോൾ നിങ്ങളെ ഒന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നേരെ നമുക്ക് പേരൻസ് മീറ്റിങ്ങിന് പോകാം. കുറച്ച് പേരൻസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പേരൻസ് മീറ്റിംഗ് തുടങ്ങിയില്ല. അപ്പോൾ പേരൻസ് മീറ്റിംഗ് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, അപ്പോൾ പേരൻസ് മീറ്റിംഗ് കഴിഞ്ഞു. പിള്ളേരാരധികം പോയിട്ടില്ല. അവരൊക്കെ ഫുട്ബോളൊക്കെ കളിയാണ്. ഇവിടെ ഒരുപാട് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പം അതൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് പിള്ളേരൊക്കെ പോകുമ്പോൾ 5:30 ഒക്കെ ആകും. അപ്പോൾ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഏകദേശം 3:30 തുടങ്ങിയ മീറ്റിംഗ് ഏകദേശം 5 മണിയായി ഗൈസ് തീർന്നപ്പോൾ. ഹാൻഡ്ബോളുണ്ട്, വോളിബോളുണ്ട്, ബാസ്ക്കറ്റ് ബോളുണ്ട്. അങ്ങനെ ഓരോ സെക്ഷനിൽ പിള്ളേർ ഒരാൾ വീണിട്ടുണ്ട്. പിള്ളേരിങ്ങനെ ട്രെയിനിങ് ആണ്. ഇതൊക്കെ കഴിയണം. അപ്പോൾ ഇതൊക്കെ കണ്ടോണ്ട് അവന്മാർ അവിടെ ഇരുന്ന് നമുക്ക് തിരിച്ചു തരാൻ ഞങ്ങൾ സ്കൂളിൽ നിന്ന് നേരെ പോവുകയാണ് വീട്ടിലേക്ക്. അപ്പോൾ എല്ലാവരും പോയി ഗൈസ്. ഇനിയിപ്പോൾ അധികം പേരൊന്നും ഇല്ല, കാരണം സമയം 5 മണിയോളായി. അപ്പോൾ ഈ അച്ഛനും ഞങ്ങളോട് നടയിൽ ഇറങ്ങി. ഇവിടെ നടയിറങ്ങി ക്രോസ് ചെയ്താൽ പെട്ടെന്ന് ഞങ്ങൾ വീട്ടിലെത്തും. റോഡിൽ നിന്നൊന്നും നമുക്ക് അധികം വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, കാരണം നല്ല ട്രാഫിക്കാണ്. എപ്പോഴും ട്രാഫിക്കുള്ളൊരു ഏരിയയാണിത്. കാരണം ട്രിവാൻഡ്രം സിറ്റിക്ക് നടുക്ക് തന്നെയാണ്. അപ്പോൾ നമുക്ക് പയ്യെ പോയി സൈഡ് വഴി ഫുട്പാത്ത് ഉണ്ട്. അപ്പോൾ അതിൽ അവർ നടന്നോളും. അവിടെ വലിയ പേടിക്കാനില്ല. അവിടെ കിടന്ന് ഓടുകയും ചാടുകയും ചെയ്യുന്ന വെച്ചാൽ നമുക്ക് ടെൻഷനാണ് ഗൈസ്. ഒരുപാട് വണ്ടികൾ പാഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ അവരെ പറഞ്ഞ് പേടിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. വണ്ടി ഇടിക്കും, ആക്സിഡൻറ്റ് ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ അവന്മാർ ഓടത്തില്ല. പോകുന്ന വഴി വീണ് ഗൈസ്. ഇതാണ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവളെ തലകുത്തി മറിയൽ. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ തലകുത്തി മറിയുന്നത് ഭയങ്കര ബഹളമാണ് ഗൈസ്. അവനാണെങ്കിൽ വീണു. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി. ഇനി ഡ്രസ്സൊക്കെ മാറി ഇവർക്ക് ഫുഡൊക്കെ കൊടുത്ത് സെറ്റാവണം ഗൈസ്. അപ്പോൾ ഞങ്ങളെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇവൻ തന്നെത്താനെ ബട്ടൺ സുരാനുള്ള ശ്രമത്തിലാണ്. അത് കണ്ടപ്പോൾ അടുത്തവന് തന്നെത്താനും ഞാൻ അതിനെ എതിർക്കത്തില്ല ഗൈസ്, കാരണം പ്രോത്സാഹിപ്പിക്കണമല്ലോ. ഇങ്ങനെ തന്നെത്താനെ കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങളും എല്ലാവരും അവരെ തന്നെത്താനെ കുഞ്ഞു പിള്ളേരെല്ലാം ചെയ്ത് കൊടുക്കാതെ അവരെ കൊണ്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു. അപ്പോൾ വീണ്ടും കാണാം. ബൈ.